ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നലെ ലാലേട്ടൻ വന്നു. വീക്കെൻഡ് സാറ്റർഡേ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഓൾറെഡി അതിനൊരു ക്വിക്ക് ഓവർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇന്നലെ തന്നെ നൈറ്റില്. സോ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ലാലേട്ടൻ പറഞ്ഞ ലെറ്റ് സ്റ്റോപ്പ് ദിസ് പൈറസി. ഇത് കുറെ സീസണായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ലാസ്റ്റ് ലാലേട്ടൻ ഇത് തന്നെ നേരിട്ട് ബിഗ് ബോസിൽ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞെന്ന് ആലോചിക്കുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി ആക്ച്വലി. ഒരു എക്സാമ്പിൾ കാണിച്ചായിരുന്നു. രേണു സുധിയുടെ നോമിനേഷനിൽ വന്നു. ഷീ ഡിഡ് എന്താണ് നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എവിക്ഷനിൽ വന്നു എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യണം, വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതൊരു എക്സാമ്പിൾ മാത്രമാണ് ആക്ച്വലി. ദാറ്റ് ഈസ് എ പുവർ സ്ട്രാറ്റജി, പുവർ ഗെയിമിങ്. ഇറ്റ്സ് ബേസിക്കലി എ ചീറ്റിംഗ് ആണ്. ഈ ഒരു റിയാലിറ്റി ഷോന്റെ എന്റർടൈൻമെന്റ് ഒരു കളർ ഉണ്ടല്ലോ, അത് പോയി പോകും. സോ അതെന്തായാലും ഐ ഹോപ്പ് ആരാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അവരിത് നേരെ ഇനി ചെയ്യാണ്ടിരിക്കുക. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ആ കോണ്ടസ്റ്റന്റിനും നല്ലതല്ല, പിന്നെ ഈ ഷോനും നല്ലതല്ല. പിന്നെ ഒരു സംഭവം നല്ല ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിമാരെ ആവശ്യമില്ലാന്ന്. പെർഫെക്റ്റ്ലി സെഡ്. ആക്ച്വലി ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബിഗ് ബോസ് സെക്കൻഡ് സീസണിൽ മുതലാണ്, ഫസ്റ്റ് സീസൺ കണ്ടിട്ടില്ല, സെക്കൻഡ് സീസൺ മുതലാണ് കാണുന്നത്. ഞാൻ ഹിന്ദി ബിഗ് ബോസിന് വലിയൊരു ഫാനാണ്. സെക്കൻഡ് സീസൺ മുതലാണ് മലയാളം ഞാൻ ഫോളോ ചെയ്യുന്നത്. ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. കഴിഞ്ഞ 2 സീസൺ ആയിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല, ഒരു ത്രില്ല് ഉണ്ടായിരുന്നില്ല. സോ കഴിഞ്ഞ 2 സീസണും ഫുൾ എപ്പിസോഡുകൾ കണ്ടിട്ടില്ല, ലൈക്ക് ബിറ്റ്സ് ആൻഡ് ബിറ്റ്സ് ആയിട്ടാണ് കണ്ടത്. പിന്നെ ഫൈനൽ എപ്പിസോഡും. സോ ഈ ഒരു സീസൺ തുടങ്ങിയത് വെച്ച് കഴിഞ്ഞാൽ ഐ ഫീൽ സോ ഹാപ്പി ബിക്കോസ് നല്ലൊരു കോണ്ടസ്റ്റൻസ് ഉണ്ട്, നല്ല ഗെയിം പ്ലാൻ ഉണ്ട്. ഇവൻ എല്ലാവരും സ്ക്രീൻ സ്പേസിന് വേണ്ടി അടി ഉണ്ടാക്കുകയാണെങ്കിലും സ്റ്റിൽ ദേ ആർ ഫൈറ്റിംഗ് ഫോർ ദ സ്ക്രീൻ സ്പേസ്. ചുമ്മാ ഇരിക്കുന്നില്ല. ഒരു 4-5 പേര് മാത്രമാണ് ഇപ്പോഴും സ്ലോ ആയിരിക്കുന്നത്. വളരെ ഒന്നിലും ഇൻവോൾവ് ചെയ്യാണ്ട് വളരെ സൈലന്റ് ആയി നിൽക്കുന്നത്. ബട്ട് ഐ ഹോപ്പ് ഇൻ കമ്മിങ് ഡേയ്സ് അവർ ഇൻവോൾവ് ആണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ശൈത്യ, ബിൻസി, ഇവരൊക്കെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ഭയങ്കര സേഫ് ആയിട്ട് ഭയങ്കര സൈലന്റ് ആയിരുന്നു. ബട്ട് ദേ ആർ ഇംപ്രൂവിങ് ആക്ച്വലി. ഇപ്പോഴും ഇംപ്രൂവ് ചെയ്യാത്ത 2-3 ആൾക്കാർ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് മുൻഷി രഞ്ജിത്ത്, പിന്നെ നൂറ ആദില, പിന്നെ ശാരിക, ഒന്ന് കലാഭവൻ ശാരിക, പിന്നെ ഒന്ന് RJ ശാരിക. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ഇറ്റ്സ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ദേ ആർ ഷോയിങ് ദെയർ ഗെയിം ആൻഡ് സ്ട്രാറ്റജി. പിന്നെ അവരെല്ലാ കാര്യത്തിനും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അവരെന്താ പറയുക, അവരെ ഒപ്പീനിയൻ പറയുന്നുണ്ട് എന്തെങ്കിലും വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ. സോ ലെറ്റ് സ്റ്റോപ്പ് ദിസ് പൈറസി. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലാലേട്ടൻ വന്നിട്ടുള്ള വീഡിയോ അത് നമ്മൾ കാണാൻ നമുക്കൊരു എക്സൈറ്റ്മെന്റ് വരാന്ന് പറഞ്ഞാൽ അത് ഒന്നെങ്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ അല്ലെങ്കിൽ ഏഷ്യനെറ്റിൽ വരുമ്പോഴാണ്. ആൻഡ് വി ലവ് ടു സീ ദാറ്റ്. ഒന്നെങ്കിൽ ലൈവിൽ വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ ഈ ഒരു 2 പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് വേറെ തന്നെയാണ്. ഇത് ഒരു കൂട്ടം ആൾക്കാർ ലൈക്ക് വെരി എസ്റ്റാബ്ലിഷ്ഡ് റിവ്യൂവേഴ്സ്, യൂട്യൂബ് റിവ്യൂവേഴ്സ് ബേസ്. ഫോർ എക്സാമ്പിൾ ഒന്ന് സീക്രട്ട് ഏജന്റ്, 2 ബിഗ് ബോസ് മല്ലു ടോക്സ്, അങ്ങനെ ഇനിയും പേരുകളുണ്ട്, കുറെ ഇനിയും പേരുകളുണ്ട്. അവർക്കൊക്കെ ഓൾറെഡി കാര്യങ്ങൾ നേരത്തെ അറിയാൻ പറ്റുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം അങ്ങനെ അറിയുകയാണെങ്കിൽ പിന്നെ ഈ ഷോന്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു കളർ അല്ലെങ്കിൽ ആ എന്റർടൈൻമെന്റ് കുറഞ്ഞു. ബട്ട് ക്യൂരിയോസിറ്റി കുറയും ഈ ഒരു ഷോന്റെ. ഇപ്പൊ നാളെ നടക്കുന്ന ഒരു എപ്പിസോഡ് ആയിരിക്കും. ബട്ട് ദേ ഗെറ്റ് ദ ഇൻഫർമേഷൻ വെരി നേരത്തെ തന്നെ കിട്ടിയിട്ട് അവരത് കോണ്ടന്റ് ആക്കി അവർ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യും. സോ ദേ ഗെറ്റ് നല്ല വ്യൂ കിട്ടും. കാരണം നാളെ നടക്കാൻ പോകുന്ന കാര്യം ഇന്ന് തന്നെ അവർ പറയുകയാണ്. സോ അതിന് ഭയങ്കര റീച്ച് ആയിരിക്കും. ബട്ട് ഇറ്റ് സ്റ്റിൽ ആ ഒരു ഷോന്റെ കളർ ആൻഡ് എന്റർടൈൻമെന്റ് കുറക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവര് റിവ്യൂ ഈസ് ഓക്കെ. അതായത് ഒരു വീഡിയോ, ഒരു ലൈവ് ടെലികാസ്റ്റ് കണ്ടിട്ട്, അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ 24/7 നടക്കുന്നത്, അതിൽ റിവ്യൂ ബേസ്ഡ് ഓൺ അത് ലൈവിൽ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഫൈൻ. പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ആയി കഴിഞ്ഞാലും അത് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് റിവ്യൂ ഇടുമ്പോൾ ദാറ്റ് ഈസ് ഗുഡ് ആക്ച്വലി. ആർക്കും ഒരു പ്രശ്നമില്ല. ബട്ട് ഇന്ന് ഇടാൻ പോകുന്ന വീഡിയോനെ കുറിച്ച് കോണ്ടന്റ്, അതായത് ലാലേട്ടനോ അതോ അല്ലെങ്കിൽ ഏഷ്യനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന സാധനം 2 ദിവസം മുന്നേ വന്നിട്ട് അത് ലീക്ക് ചെയ്യുന്നത്, ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ആക്ച്വലി. അത് ഷോനെ ബാധിക്കും, ഓഡിയൻസിനെ ബാധിക്കും, എസ്പെഷ്യലി എന്നെ അത് ബാധിക്കും. കാരണം എനിക്ക് ആ ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു എന്റർടൈൻമെന്റ് ഷോന്റെ അത് കുറഞ്ഞു പോകുന്നില്ലൊരു എൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ. ഐ തിങ്ക് ലൈക്ക് ദാറ്റ് ആക്ച്വലി. ഒരു ഗുമ്മ് പോവും ആ ഷോന്റെ. സോ എന്താണ് വരാനുള്ളത് അത് ഏഷ്യനെറ്റിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഡിസ്നി ഹോട്ട്സ്റ്റാർ ലൈവിൽ കാണുമ്പോൾ കിട്ടുന്ന ആ സുഖം, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. അല്ലാണ്ട് ഇവിടെ ആരും വന്നിട്ട് നേരത്തെ തന്നെ ഇൻഫോർമേഷൻസോ ലീക്ക് ചെയ്തിട്ട്
ദേ വിൽ ഗെറ്റ് ഫെയിം, അവരുടെ യൂട്യൂബ് റീച്ച് ആവും, അതാണ് അവരുടെ ഇന്റൻഷൻ. അവരുടെ ഇന്റൻഷൻ അതാണ്. കാരണം നമ്മൾക്ക് അറിയാത്ത ഒരു കാര്യം മറ്റുള്ളവർ വന്ന് പറയുമ്പോൾ അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും അത് അറിയാനുള്ളത്. സോ അവരുടെ വ്യൂ പോയിന്റ് ഭയങ്കര ഹൈ ആവും ആ ഒരു കോണ്ടന്റിന്. സോ ആ ചാനലിന്റെ റീച്ച് ഭയങ്കര ഹൈ ആവും ചെയ്യും. ഇതേപോലെ ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് തുടങ്ങാട്ടി മുന്നേ തന്നെ സീക്രട്ട് ഏജന്റ് ഓൾറെഡി നോസ് 19 കോണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ട് 19 അല്ലെങ്കിൽ 20 കോണ്ടസ്റ്റന്റ്, കാരണം 20 ആൾക്കാർ 19 കോണ്ടസ്റ്റന്റ് ആണ് കയറിയത്. ഹി ഓൾറെഡി ന്യൂ ഇറ്റ് ബിഫോർ. ഈ ഒരു ഹോട്ട്സ്റ്റാറിലും അല്ലെങ്കിൽ ഏഷ്യനെറ്റിലും ടെലികാസ്റ്റ് ചെയ്യാനാണ് മുന്നേ തന്നെ സീക്രട്ട് ഏജന്റിന് അറിയാമായിരുന്നു. ഹൗ ഇപ്പൊ ഇന്നലെ നടന്ന കാര്യം എന്താണ്, ബിഗ് ബോസ് മല്ലു ടോക്സ്, ഒരു ഫീമെയിൽ യൂട്യൂബ് ക്രിയേറ്റർ ആണ്. മൂപ്പരാള് തന്നെ പറഞ്ഞു വീക്കെൻഡിലെ സാറ്റർഡേ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോലെ ലാലേട്ടൻ വന്ന് എല്ലാവരും കൂടി നല്ല പറഞ്ഞ് ടാസ്കിനെ കുറിച്ച് പല പറഞ്ഞു പോകും എന്നൊക്കെ മൂപ്പരാള് തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ഷോന്റെ ടെലികാസ്റ്റ് വരുന്നാട്ടി മുന്നേ. സോ ഹൗ ഡു ദേ ആർ ഗെറ്റിംഗ് ദിസ് ഇൻഫോർമേഷൻ? ആൻഡ് സം യൂട്യൂബേഴ്സ് ദേ നോ എക്സാക്ട്ലി ദ നെയിം ഓഫ് ഹൂ ഈസ് ഗോയിങ് ടു ബി എവിക്റ്റഡ്. സോ എനിക്ക് തോന്നുന്നത് ആ ക്രൂ, അതായത് ഈ ബിഗ് ബോസിന്റെ അവിടെ ഈ ഒരു പരിപാടി നടത്തുന്ന ക്രൂവില് ആരൊക്കെ ഇൻഫോർമേഷൻസ് ലീക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു സംശയം. ശരിക്കും അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് വാർണിംഗ് കൊടുക്കണം. ആൻഡ് ലെറ്റ് സ്റ്റോപ്പ് ദിസ് പൈറസി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് ഈ ഒരു ഷോ നന്നായി ബാധിക്കും. ഐ ലവ് ടു സീ ദിസ് കോണ്ടന്റ്സ് ഓർ ദീസ് തിങ്സ് ഇൻ ലൈവ് ഷോ, ഓർ അതല്ലെങ്കിൽ ഇത് ഡിസ്നി ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ ഏഷ്യനെറ്റിൽ അത് മറ്റേ എപ്പിസോഡായിട്ട് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കാണാനാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് നേരത്തെ ഒരു ഇൻഫോർമേഷൻസ് ഒരു വീഡിയോ കിട്ടിയിട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി വേസ്റ്റ് ആണ്. ഞാനത് കാണാറില്ല. ബിക്കോസ് എൻ്റെ യൂട്യൂബ് ഫീഡിൽ അത് വരാറുണ്ട്. കാരണം ഐ ഓൾവേസ് ലുക്ക് ഫോർ ഏഷ്യനെ പ്രൊമോ, അതായത് ബിഗ് ബോസിന്റെ ന്യൂ പ്രൊമോ ഞാൻ എപ്പോഴും അത് സെർച്ച് ചെയ്യാറുണ്ട്. സോ ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടന്റ്സ് എൻ്റെ കയറി വരും. അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടാവുന്നു, സീക്രട്ട് ഏജൻസ്, പിന്നെ ബിഗ് ബോസ് മല്ലു ടോക്സ്, അങ്ങനെ പിന്നെയും കുറെ ആൾക്കാരുകളുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു മെൻഷൻ ഹിയർ. പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് സ്റ്റോപ്പ് ദിസ് പൈറസി. ലാലേട്ടൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു, പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരി ആവശ്യമില്ല ഈ ഷോയിൽ. സോ തിങ്ക് അബൌട്ട് ഇറ്റ്. ലൈവിൽ വരുമ്പോൾ കാണാം, അല്ലെങ്കിൽ ഏഷ്യനെറ്റിൽ ലാസ്റ്റ് 9:30 to 10:30 എപ്പിസോഡ് ഉണ്ട്, അതിൽ വരുമ്പോൾ കാണാം. ദാറ്റ് ഈസ് മച്ച് ബെറ്റർ. അല്ലാണ്ട് ഇവരെ പോലത്തെ ആൾക്കാർ നേരത്തെ തന്നെ എല്ലാതും ഇപ്പൊ നാളെ നടക്കുന്നത് ഒരു 2 ദിവസം മുന്നേ വന്ന് ഇൻഫോർമേഷൻ ലീക്ക് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇറ്റ്സ് നോട്ട് ഗുഡ് വേ ഓഫ്. ഈ ഒരു ഷോക്ക് അത് നന്നായിട്ട് ബാധിക്കും. ആക്ച്വലി എന്റർടൈൻമെന്റ് ആയിരിക്കില്ല ഈ ഷോ. സോ ലെറ്റ് സ്റ്റോപ്പ് ദിസ് പൈറസി ഫോർ എവർ.